കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകളിലാണ് പനിബാധിതർ കൂടുതലുള്ളത്. ദിനംപ്രതി 1000-ഓളം രോഗികളാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയെത്തുന്നത്. പേരാമ്പ്ര, ചെമ്പനോട്, മുതുകാട് തുടങ്ങിയ മലയോര മേഖലകളിലാണ് പനിബാധിതർ കൂടുന്നത്. പുതിയാപ്പയിലും മായനാടും പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നവർ കൂടി വരികയാണ്. 500 മുതൽ 600 വരെ രോഗികളെ ചികിത്സിച്ചിരുന്ന ആശുപത്രികളിൽ ഇപ്പോൾ 700 മുതൽ 800 വരെയാണ് പനിബാധിതർ. കോഴിക്കോട് ജില്ലയിൽ സഞ്ചരിക്കുന്ന പനി ക്ലിനിക് ആരംഭിച്ചു. മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും 2 പനി ക്ലിനിക്കുകളാണ് സേവനം നടത്തുക. ജില്ലയിൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ OP വിഭാഗത്തിൽ ചികിത്സ തേടി എത്തിയവർ പനിബാധിതരുടെ എണ്ണം 500-ൽ താഴെ മാത്രമായിരുന്നു. എന്നാൽ ഇന്നലെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 718 പേർ വിവിധ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തി. ആലപ്പുഴയിൽ 718 പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രമായി ഇന്നലെ ചികിത്സ തേടിയെത്തിയത്. 38 പേരെ കിടത്തി ചികിത്സയ്ക്ക് അയച്ചു. 98 പേർക്ക് വയറിളക്കവും 10 പേർക്ക് ചിക്കൻ ബോക്സുമാണ്. ഈ മാസം ഇതുവരെ 5248 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. മഴക്കാലപൂർവ്വ ശുചീകരണം ശരിയായ രീതിയിൽ നടത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട്. മഴ ശക്തമായതോടെ കോട്ടയം ജില്ലയിലെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പനിക്ക് ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സയോ പരിശോധനാ സൗകര്യങ്ങളോ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. റബ്ബർ തോട്ടമടക്കമുള്ള സ്ഥലങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതാണ് പനിബാധിതർ കൂടാനുള്ള കാരണമെന്ന് വിലയിരുത്തുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള കേന്ദ്രീകൃത പരിശോധന കേന്ദ്രം ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. ഇതുമൂലം പനി ബാധിച്ചെത്തുന്നവരുടെ രക്തപരിശോധന വൈകുന്നു. തിരുവനന്തപുരത്ത് മാലിന്യങ്ങൾ കൂടിയതോടെ പനിയും പടർന്നു പിടിക്കുകയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. അവശ്യമരുന്നുകളുടെ അഭാവവും അനുഭവപ്പെടുന്നുണ്ട്. പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന നീതി, കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകളിലും മരുന്നുകൾ ലഭിക്കാത്തത് രോഗികളെ വലയ്ക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ മാത്രം 2154 പേർ പനിബാധിതരായെത്തി. 8 പേർ മരിച്ചു. 266 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് ചിക്കുൻഗുനിയയും സ്ഥിരീകരിച്ചു. 31 പേർക്ക് മലേറിയ ബാധിച്ചിട്ടുണ്ട്. ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, H1N1 എന്നിവയ്ക്കുള്ള മരുന്നുകൾ സംസ്ഥാനത്തെങ്ങും കിട്ടാനില്ല. സർക്കാർ ആശുപത്രികളിൽ 178 ഇനം മരുന്നുകളുടെ കുറവുണ്ട്. 1250 ഇനം മരുന്നുകൾ കാരുണ്യയിലും കിട്ടാനില്ല. മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയതേയുള്ളൂ. കാലവർഷക്കെടുതി കൂടി ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനം പനിച്ചുവിറയ്ക്കുകയാണ്. സാധാരണക്കാർ അഭയം തേടിയെത്തുന്ന സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും അത്യാവശ്യ മരുന്നുകളുടെ ദൗർലഭ്യവും രോഗികൾക്ക് കനത്ത പ്രഹരമാണ് സൃഷ്ടിക്കുന്നത്. റിപ്പോർട്ടർമാരായ KK ഷിതയ്ക്കും U ഷൈജുവിനും പ്രേംലാലിനുമൊപ്പം അൽ അമീൻ തോട്ടുമുക്ക്, മീഡിയ 1.